മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. കോട്ടയം ശ്രീഗിരി പ്രദീപ്, കോട്ടയം ഇത്തിത്താനം സ്വദേശി, അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഈ ഞായറാഴ്ച 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കുമെന്ന് അറിയിക്കുന്നു. മൃതദേഹം തുരുത്തിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കുമെന്നുമാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കാണും. നേരത്തെ അദ്ദേഹം ANAയോട് സംസാരിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സംസാരിച്ച. ചില പ്രേക്ഷകരെ ചോദിക്കുന്നുണ്ടായിരുന്നു, മന്ത്രിയായപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലായോ എന്നുള്ളതല്ല. ANA നാഷണൽ ന്യൂസ് ഏജൻസിയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ മലയാള മാധ്യമപ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റ് BJPയുടെ K. സുരേന്ദ്രനും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അതേപോലെ V. മുരളീധരനും അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. സുരേഷ് ഗോപി. വളരെയധികം വേദനിപ്പിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് കുവൈറ്റിൽ നടന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള സാന്നിധ്യം കുവൈറ്റിൽ ആദ്യ ദിവസം തന്നെ MOSൻ്റെ സാന്നിധ്യം വഴി ഉറപ്പിച്ചുകൊണ്ട് കൃത്യമായ നടപടികളിലൂടെ സമയബന്ധിതമായി ബന്ധുക്കളുടെ ദുഃഖത്തിന് അവർക്ക് സമാധാനവും തലോടലും ഒക്കെ ചൊരിഞ്ഞുകൊണ്ട് മരണാനന്തര ബഹുമതികൾക്കായും ആചാരപൂർവമുള്ള മറ്റ് എല്ലാ നടപടികൾക്കുമായി ഭൗതികാവശിഷ്ടം അല്പസമയത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രവാസി എന്ന് പറയുന്നത് ഒരു വലിയ ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. അതിൽ ആളെണ്ണം അല്ല കാര്യം, ഒരാളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് വലിയ ഒരു സാധ്യത തുടങ്ങി വെച്ച് അതിന്നും ഇരട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുന്ന സംഭാവന നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം. ഒരു ചെറിയ പോറിലേറ്റാൽ നമുക്ക് വേദനിക്കും എന്നുള്ളതിന് തെളിവാണ് കേരളം മൊത്തം, ഭാരതം. ഇതുകൊണ്ട് ബാധിക്കപ്പെടാത്ത സംസ്ഥാനങ്ങളും ജില്ലകളുമൊക്കെയും ഈ ദുഃഖം അവരുടെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ആ ദുഃഖാചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മലയാളി സഹോദരങ്ങളുടെ ദേഹവിയോഗത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന വലിയ മലയാളി സമൂഹത്തിൻ്റെ കൂടെ പങ്കുചേരുന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ സമയത്ത് അങ്ങനെയുള്ള വിവാദങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. നിങ്ങളിതിൽ രാഷ്ട്രീയം കാണാതെ, ഓരോ പോസ്റ്റിനും ഓരോ ഡെസിഗ്നേഷനാണ്, അവർക്ക് ഓരോ ചുമതലകളുണ്ട്. അത് കൃത്യമായി രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ അനേകം ആ വിഷയങ്ങളിലൊക്കെ സ്റ്റേറ്റുകൾക്ക് നിങ്ങൾ പലപ്പോഴും മുറവിളി കൂട്ടുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ S. ജയശങ്കറിൻ്റെ കൃത്യമായ സമയബന്ധിതമായ ഒരു നടപടി സ്വീകരിക്കലിനെയാണ് ഞാൻ ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്
അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയും അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇവിടെ MOS അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അല്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. ആവശ്യം അവരുടേതാണെങ്കിൽ അവർക്കങ്ങനെ വിചാരിക്കാം. പക്ഷേ രാജ്യത്തിൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും വീഴ്ച വന്നെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യും. മലയാളിയല്ലല്ലോ, അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. ഒരു രാജ്യം വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ് പോകുന്നത്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവനത്തിനും ഉത്തരവാദികൾ. ഭാരതം അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ? അതല്ലാന്ന് നിങ്ങൾ സ്ഥാപിക്കുക പറയും. അതൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വെറുതെ അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയൊന്നും ഉണ്ടാകുന്നില്ല. വേഗത്തിലായില്ലേ? നിങ്ങൾക്ക് ഇതിനകത്ത് കാലതാമസം വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് കുറ്റം പറയാനുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറ്റമറ്റ രീതിയിൽ, ഒരു വിമർശനത്തിനും ഇട നൽകാത്ത രീതിയിൽ സത്വരമായ നടപടി ഉത്തരവാദപ്പെട്ട ഒരു മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആ നിമിഷം മുതൽ ഓൺലൈൻ കണക്റ്റിലാണ്. എല്ലാം അദ്ദേഹം നേരിട്ട് തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതവർ പറഞ്ഞോട്ടെ. അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അതവർ പറഞ്ഞോട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ സമയം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിമിഷമല്ല. അത്രയും പെട്രോളിയം സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സംസാരിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ എയർപോർട്ടിലെത്തിയ പൊതുപ്രവർത്തകർക്കിടയിൽ സുരേഷ് ഗോപിയും BJP നേതാവ് V. മുരളീധരനും K. സുരേന്ദ്രനും ഒക്കെയുണ്ട്. മന്ത്രിമാരുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പനിമിഷങ്ങൾക്കകം എയർപോർട്ടിലെത്തും. കൃത്യം 10:30 മണിക്ക് വിമാനം ലാൻഡ് ചെയ്യുമെന്നാണ് നമ്മൾ അറിയുന്നത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനമാണ് മൃതദേഹം വഹിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്ന് ഇന്ന് വെളുപ്പിന് യാത്രയായത്. 50 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. 24 മലയാളികൾ ഉണ്ട്. 23 മൃതദേഹങ്ങൾ കൊച്ചിയിലുണ്ടാകും. ഈ മൃതദേഹങ്ങൾ ആംബുലൻസിൽ കയറ്റി നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാകും. ഒരു മൃതദേഹം മുംബൈയിലാണ് സംസ്കരിക്കുക. തമിഴ്നാട്ടിലേക്കുള്ള 7 മൃതദേഹവും അതേപോലെ കർണാടകത്തിലുള്ള മൃതദേഹവും കൂടി കൊച്ചിയിൽ ഇറക്കുന്നുണ്ട്. ഈ മൃതദേഹം ആംബുലൻസ് വഴി അതിർത്തി വരെ നമ്മുടെ പോലീസ് അനുഗമിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഏറ്റവും വലിയൊരു സങ്കടകരമായ സാഹചര്യത്തിലേക്ക് ദുഃഖം കനിഭവിച്ച് നിൽക്കുന്ന ഒരു കണ്ണീർ പാടത്തേക്കായിരിക്കും ഈ 10:30 മണിക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം പറന്നിറങ്ങുക. ഒരുപക്ഷെ മലയാളികൾക്ക് ഈ അടുത്ത കാലത്ത് സമാനതകളില്ലാത്ത ഒരു ദുരന്ത ഭൂമിയിൽ നിന്നുള്ള നേർചിത്രങ്ങളുമായി വരുന്ന ഈ വിമാനം നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലത്തോളം ഒരുപാട് ദുഃഖസ്മരണകൾ ഓർമ്മയാക്കുമെന്ന കരുതുന്നു.